+1 ഹ്യൂമാനിറ്റീസ് സിമ്പിൾ ആണോ? പല ആളുകളും പലരോടും ചോദിക്കുന്ന ചോദ്യമാണ്. പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്താ, കൊമേഴ്സിനെയും സയൻസിനെയും വെച്ച് നോക്കുമ്പോൾ ഹ്യൂമാനിറ്റീസ് സിമ്പിൾ ആണ്, എക്സാമിന് തലേന്ന് പഠിച്ചാൽ ഹ്യൂമാനിറ്റീസ് പാസ്സാവാം, വളരെ എളുപ്പമാണ് ഹ്യൂമാനിറ്റീസ് എന്നാ. എനിക്ക് അത്തരത്തിലുള്ള ആളോട് പറയാനുള്ളത്, ഹ്യൂമാനിറ്റീസും സയൻസിനെയും കൊമേഴ്സിനെയും പോലെ SSLCയേക്കാൾ 3 ഇരട്ടി കോണ്ടന്റ് എവിടെ പഠിക്കാനുണ്ട്? ഹ്യൂമാനിറ്റീസ് പഠിക്കാനുണ്ട്. SSLCയേക്കാൾ 3 ഇരട്ടി കോൺസെപ്റ്റ് ഹ്യൂമാനിറ്റീസ് പഠിക്കാനുണ്ട്. സയൻസിലും കൊമേഴ്സിലും ഉള്ള പോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ ഇവർക്ക് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഹ്യൂമാനിറ്റീസും പഠിച്ചാലേ സിമ്പിൾ ആവുള്ളൂ. അതിപ്പോൾ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും പഠിച്ചാലേ ഈ 3 സ്ട്രീമും സിമ്പിൾ ആവുള്ളൂ. പഠിക്കാതിരുന്നാൽ കൊമേഴ്സ് ടഫാണ്, സയൻസ് ടഫാണ്, ഹ്യൂമാനിറ്റീസും ടഫാണ്. പഠിച്ചാൽ ഇത് 3ഉം സിമ്പിൾ ആകും, പഠിക്കാതിരുന്നാൽ ഇത് 3ഉം ടഫാകും. ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഹ്യൂമാനിറ്റി സിമ്പിൾ ആണ് എന്ന് എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ, ഹ്യൂമാനിറ്റി സിമ്പിൾ അല്ല. പഠിച്ചാൽ മാത്രം ഹ്യൂമാനിറ്റി സിമ്പിൾ ആവും. അപ്പോൾ സയൻസും കൊമേഴ്സും അങ്ങനെ തന്നെയാണ്. കാരണം ഹ്യൂമാനിറ്റി സിമ്പിൾ ആണെങ്കിൽ ഓരോ വർഷം ഹ്യൂമാനിറ്റീസിൽ 30% കുട്ടികൾ തോറ്റുപോകുക. ഈ വർഷം ഹ്യൂമാനിറ്റീസിൽ 34% കുട്ടികളാണ് തോറ്റത്. കഴിഞ്ഞ വർഷം ഹ്യൂമാനിറ്റീസിൽ 31% കുട്ടികളാണ് തോറ്റത്. അതായത് 66-69% കുട്ടികൾ മാത്രമേ യഥാക്രമം പാസ്സായിട്ടുള്ളൂ. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹ്യൂമാനിറ്റീസിലെ ചാപ്റ്റേഴ്സ് ഒക്കെ അത്യാവശ്യം നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിക്ക് ഹിസ്റ്ററിയിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, പൊളിറ്റിക്സിൽ 20 ചാപ്റ്റേഴ്സ് ഉണ്ട്, എക്കണോമിക്സിൽ 15 ചാപ്റ്റർ പഠിക്കാനുണ്ട്, സോഷ്യോളജി 10 ഉണ്ട്, ഈ ജോഗ്രഫി 20 ഉണ്ട്, അതേപോലെ ഇംഗ്ലീഷിൽ 4-3 യൂണിറ്റുകളൊക്കെ പഠിക്കാനുണ്ട്. ഇത്രയും സബ്ജക്റ്റ് തുടക്കം മുതലേ പഠിച്ചാലേ പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. പക്ഷേ +1ലും +2ലും പഠിക്കുന്ന ഹ്യൂമാനിറ്റീസ് എടുത്ത പല വിദ്യാർത്ഥികളും തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാവുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, എന്നിട്ട് അവരെന്ത് ചെയ്യും? ജൂണിലും ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറും ഒക്ടോബർ നവംബറും ഡിസംബറും ഒന്നും പഠിക്കാതെ ജനുവരി മുതൽ അങ്ങോട്ടേക്ക് പഠിക്കാൻ തുടങ്ങും. ജനുവരി മുതൽ ഒന്നും പഠിച്ചാലൊന്നും മക്കളെ ഒരിക്കലും നിങ്ങൾക്ക് മികച്ച മാർക്ക് നേടാൻ സാധിക്കില്ല കേട്ടോ. ജനുവരി മുതലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ജസ്റ്റ് പാസ്സാവാൻ പറ്റിയേക്കും, പല ആളുകൾക്കും പാസ്സാകാൻ പോലും പറ്റില്ല. കാരണം എന്താ? കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാണോ? പല വിദ്യാർത്ഥികളും തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാവാത്തത് കാരണം ഇവർക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാൻ കഴിയുന്നില്ല. ജനുവരി മുതൽ പഠിക്കാൻ തുടങ്ങുന്നതും കാരണം അവർക്ക് ഇതൊക്കെ ടഫായി തീരും അല്ലേ. അതായത് പല കുട്ടികളും ഹ്യൂമാനിറ്റീസ് ടഫെന്ന് പറയാനുള്ള കാരണം എന്താ? അവർ ഈ ചാപ്റ്റേഴ്സും തുടക്കം മുതലേ പഠിക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാം ജനുവരിയിലേക്ക് മാറ്റി വെക്കുകയാണ്, എല്ലാം ഫെബ്രുവരിയിലേക്ക് മാറ്റി വെക്കുകയാണ്. എക്സാമിനോട് അടുപ്പിച്ച് മാത്രം മക്കളെ പഠിക്കാൻ തുടങ്ങല്ലേ. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുത്തനെ കുറഞ്ഞു പോകും. അപ്പോൾ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ വിന്നിംഗ് പെർസെൻറ്റേജ് അഥവാ വിജയ ശതമാനം ഇത്രയും കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഒന്ന്, ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി, അതായത് അവസാന നിമിഷം മാത്രം പഠിക്കുന്നു. പല ആളുകളുടെയും തെറ്റായ ധാരണ ഹ്യൂമാനിറ്റീസ് സിമ്പിൾ ആണ്, എക്സാമിന് തലേന്ന് പഠിച്ചാൽ മാർക്ക് നേടാൻ പറ്റുന്നത് തെറ്റായ ധാരണ പലർക്കും ഉണ്ട്. ആ ധാരണയും വെച്ച് എക്സാമിന് ഒരാഴ്ച മുന്നേ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഇത് പഠിച്ചാൽ തീരില്ല. അത്രയും കോണ്ടന്റ് അവർക്ക് പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണും ക്വസ്റ്റ്യൻ അവർക്ക് അത്യാവശ്യം നല്ല ലെവലാണ്. അതൊക്കെ ഉണ്ടായിട്ടും അവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാത്തത് മൂലം അവർക്ക് ഹ്യൂമാനിറ്റീസ് ടഫ് ആവുന്നു. ഇതിനുള്ള സൊല്യൂഷൻ എന്താ? ഒന്ന്, കൃത്യമായിട്ട് പഠിക്കുക. വീക്കിലി 5 ഡേയ്സ് ഡെയിലി 3 hours വെച്ചിട്ടെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ആഴ്ചയിൽ 5 ദിവസം ഒരു 3 മണിക്കൂർ വെച്ചിട്ടെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് +1 ഈസി ആക്കാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ പല ആളുകളും സ്കൂൾ ചൂസ് ചെയ്തിട്ടില്ല, നോ പ്രോബ്ലം. എജ്യൂപോഡിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട ലൈവുകൾ, നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്ക് വേണ്ട PYQs, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, മെന്റർ സപ്പോർട്ട് എല്ലാം നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എജ്യൂപോഡിൻ്റെ സൂപ്പർ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മികച്ച മാർക്കോട് കൂടി പാസ്സാൻ പറ്റുള്ളൂ. +1ലും +2ലും നിങ്ങൾക്ക് അടിപൊളി മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ +1ലും നന്നായി പഠിക്കണം, +2ലും നന്നായി പഠിക്കണം. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ തയ്യാറാവണം. പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനായിട്ട് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, PYQs സെറ്റ് ആക്കണം. ഇതൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് +1 സിമ്പിൾ ആക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എവിടെ അവൈലബിൾ ആണ്? എജ്യൂപോഡിൻ്റെ ബാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജോഗ്രഫി, ഇംഗ്ലീഷിനൊക്കെ ക്ലാസ്സുകൾ എജ്യൂപോഡിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാകും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആകും. നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റാകും. അങ്ങനെ പഠിക്കാനുള്ളതിൻ്റെ ഒരു ഫോം, ഒരു ഗൂഗിൾ ഫോം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ നിങ്ങൾ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അല്ലെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. നിങ്ങൾക്ക് +1 ഹ്യൂമാനിറ്റീസ് അടിപൊളിയായിട്ട് പഠിക്കണം, തുടക്കം മുതലേ പഠിച്ചാൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വാങ്ങാം. അപ്പോൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, കാര്യങ്ങൾ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. നമ്മുടെ ടീം നിങ്ങൾ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. മടി മാറ്റി വെച്ചിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കാൻ തയ്യാറായാൽ ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും മക്കളെ. ആ രീതിയിലേക്ക് നിങ്ങൾ പോകരുത്. എഫേർട്ട് ഇട്ട് പഠിക്കുക, പഠിപ്പിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. ഫോം ഇപ്പം തന്നെ ഫില്ല് ചെയ്തോ. ഈ വീഡിയോ +1 ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ച മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോ.